വിഴിഞ്ഞം തുറമുഖം വന്നു, തെറ്റിദ്ധരിപ്പിക്കുകയാണ്. കേന്ദ്ര ഗവൺമെന്റുകൾ കണക്കെടുത്താൻ ഒരു നോട്ടീസ് അടിച്ചാൽ നിങ്ങൾക്ക് തരേണ്ട ഇരിപ്പുണ്ട കണക്ക്. ഇപ്പൊ ഇവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവില്ല. എല്ലാ വീട്ടിലും കൊടുക്കണം. വിഴിഞ്ഞം തുറമുഖം ഉണ്ടാക്കാൻ ഇന്ന് ചെലവായിരിക്കുന്നതിന്റെ 2/3 തുകയും ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാരാണ്. അല്ല, കേന്ദ്ര സർക്കാർ ഇന്നേ ദിവസം വരെ 5 പൈസ തന്നിട്ടില്ല. 850 കോടി രൂപ വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തരാം. അതായത് ഈ നടത്തുന്ന കമ്പനിക്ക് നഷ്ടം സംഭവിച്ചാൽ, തുടക്കത്തിൽ നഷ്ടം സംഭവിച്ചാൽ അത് നികത്തി കൊടുക്കാനുള്ള ഫണ്ട് തരാം. പക്ഷെ ആ 850 കോടി രൂപ നമ്മൾ വാങ്ങുമ്പോൾ ഇങ്ങനെ നഷ്ടം സംഭവിച്ചാൽ കൊടുക്കാൻ വേണ്ടി വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുന്ന 30 വർഷം കൊണ്ടാണ്. അന്ന് കൊടുക്കേണ്ടത് 20,000 കോടി രൂപയാണ്. ആര്? കേരള ഗവൺമെന്റ്. കേരളത്തിലെ ജനങ്ങൾ നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്ന് നമ്മൾ കൊടുക്കേണ്ടത് 20,000 കോടി രൂപയാണ്. തരുന്ന 850 കോടി രൂപ തരാമെന്ന് പറയുന്നു. ഇതുവരെ കേന്ദ്ര സർക്കാർ 1 പൈസ പോലും ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടില്ല. വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഇന്ന് മുടക്കിയിരിക്കുന്നത് 2/3 ചെലവഴിച്ചിരിക്കുന്നതും സംസ്ഥാന സർക്കാരാണ്. ബാക്കി 1/3 അദാനിയുടെ കമ്പനിയാണ് ചെലവഴിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ പണം ചെലവഴിച്ചിരിക്കുന്നത് കേരള സർക്കാർ. കണക്കെടുത്ത് പഠിക്കണം. ഓരോ വീട്ടിലെയും ജനങ്ങളെ പറഞ്ഞു. ഇവിടെ പറയുന്നത് എന്താ? വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര ഗവൺമെന്റിന്റെ നരേന്ദ്രമോദിയുടെ പണം വെച്ച് പോസ്റ്റ് അടിക്കാൻ, ഫ്ലെക്സ് അടിക്കാനും പൈസ ചെലവാക്കിയല്ലാതെ 5 പൈസ ഈ തുറമുഖത്തിന് വേണ്ടി ഇന്നുവരെ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചിട്ടില്ല. ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ ചെലവഴിച്ചിട്ടില്ല. നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. അവകാശവാദങ്ങളുമായി ഇവരെയാണ്. സംസ്ഥാന സർക്കാരാണ് ഇതിന്റെ ഇന്ന് വരെ ചെലവഴിച്ചതിലെ 2/3 തുക ചെലവഴിച്ചിരിക്കുന്ന സംസ്ഥാന സർക്കാർ. ഇത് കൃത്യമായ കണക്കാണ്. ഈ കണക്ക് ഞാൻ എടുത്തുതരാം. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഞാൻ എടുത്തുതരാം. നിങ്ങൾ അടിച്ചിട്ട് നിങ്ങളെ എല്ലാ വീട്ടിലും കാണിക്കണം. ഇത് ആരാണ് കേരളത്തിൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ്? കേരളത്തിൽ ഇത് ആരാണ്? ഉമ്മൻചാണ്ടി എഗ്രിമെന്റ് ഒപ്പിട്ടു. ഉമ്മൻചാണ്ടി എഗ്രിമെന്റ് ഒപ്പിട്ടു എന്ന് പറയുന്ന അദാനിയുമായുള്ള എഗ്രിമെന്റിൽ 2040 ലാഭത്തിന്റെ വിഹിതം തന്നാൽ മതി എന്നായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. 2026 ലാഭത്തിന്റെ വിഹിതം സംസ്ഥാന സർക്കാരിന് നൽകണം അദാനി കമ്പനി. ഈ നമ്മൾ 2/3 പൈസ മുടക്കിയിട്ട് നമുക്ക് ലാഭത്തിന്റെ വിഹിതം ഉമ്മൻചാണ്ടിയുടെ എഗ്രിമെന്റ് അനുസരിച്ച് 2040 എന്നാൽ 2040 അദാനിയുടെ കമ്പനി ലാഭത്തിന്റെ ഓഹരി സംസ്ഥാന സർക്കാരിന് തന്നാൽ മതിയായത്. പിണറായി വിജയൻ മാറ്റിയ എഗ്രിമെന്റ് എന്താണ്? 2026 പണം തന്നു തുടങ്ങണം. അവർ ലാഭത്തിന്റെ ഒരു ഓഹരി നമുക്ക് തന്നു തുടങ്ങണം. ഇതൊക്കെ ആളുകളെ പറഞ്ഞു മനസ്സിലാക്കണം. ഇവിടെ BJP പറഞ്ഞു പ്രചരിപ്പിക്കുന്ന എല്ലാം അവരുടേതാണെന്ന് പറയുക. UDF പറയുന്നത് ഞങ്ങൾ ഒപ്പിട്ടു, ഞങ്ങൾ ഓർത്തു, സ്വപ്നം കണ്ടു എന്നൊക്കെയാണ് പറയുന്നത്. സ്വപ്നം കണ്ടതല്ല. കഴിഞ്ഞ 9.5 വർഷവും ഈ വിഴിഞ്ഞം തുറമുഖം എന്ന ഓരോ ദിവസവും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു വലിയ പദ്ധതി, ആ പദ്ധതിയെ ശ്രദ്ധയോടെ കണ്ട് ഓരോ പ്രശ്നങ്ങളും, ഓരോ ദിവസവും ഉണ്ടാകുന്ന ചെറുതും വലുതുമായ പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ചർച്ച ചെയ്തും പറഞ്ഞും പരിഹരിച്ചും ഇത് യാഥാർത്ഥ്യമാക്കി തന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ തുറമുഖത്തിന്റെ യഥാർത്ഥ അവകാശി എന്ന് ജനങ്ങളോട് പറയണം. തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ തിരുവനന്തപുരത്തിന്റെ വികസനത്തിന്റെ, കേരളത്തിന്റെ വികസനത്തിന്റെ ഭാഗമാകുന്ന ഈ തുറമുഖം വേറെ ആരോ കൊണ്ടു തന്നാണെന്ന് പ്രചരിപ്പിക്കുകയാണ്. യാതൊരു പ്രചരണവും അംഗീകരിക്കേണ്ട കാര്യമില്ല. ഈ തിരുവനന്തപുരത്തിന്റെ പുരോഗതിക്ക് പ്രവർത്തിച്ചിട്ടുള്ളവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. കഴിഞ്ഞ 9.5 വർഷത്തിനുള്ളിൽ വിമാനത്താവളം മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ആ റോഡ് മുതൽ ഇങ്ങോട്ട് എടുത്താൽ, ഈ കാണുന്ന നഗരത്തിൽ കാണുന്ന വികസനം എല്ലാം, ഇവിടെ ഇരിക്കുന്ന അധ്യക്ഷ ഒരു കൗൺസിലറായിരുന്നു, ആ കാലം മുതൽ ഇങ്ങോട്ട് എടുത്ത വികസന പ്രവർത്തനങ്ങൾ, തൈക്കാട് മുതൽ വഴുതയ്ക്കാട് വഴി കവടിയാറ് വരെയുള്ള റോഡ്, ഇപ്പൊ പണി പൂർത്തിയാക്കിയ ആ റോഡ് എത്ര മനോഹരമാണ്. ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് തടസ്സങ്ങളും നേരിട്ടിട്ടില്ല. ആ റോഡിന്റെ പണി പൂർത്തിയായത് എത്ര മനോഹരമായിട്ടാണ് വഴുതയ്ക്കാട് നമ്മൾ അങ്ങ് കവടിയാറ് വരെയും പോകുന്നത്. അപ്പൊ ഇതെല്ലാം ഈ സർക്കാരിന്റെ നേട്ടമാണ്. ഈ നമ്മൾ ആര്യ രാജേന്ദ്രൻ നേതൃത്വം കൊടുത്ത, പ്രശാന്ത് നേതൃത്വം കൊടുത്ത ഇവരെല്ലാം അംഗങ്ങളായിരുന്ന കോർപ്പറേഷന്റെ മിടുക്കാണ് ഇതൊക്കെ ഇതെല്ലാം കാണുന്നത്. ആ മിടുക്കാണ് നമ്മൾ കാണുന്നത്. അല്ലാതെ എന്നെങ്കിലും കേരളത്തിന്റെ ഭരണം കിട്ടുമ്പോൾ ഞങ്ങൾ വികസനം തരാമെന്ന് പറയുന്ന കുറെ ആളുകൾ, ഞങ്ങൾ ഇതിനെല്ലാം എതിരാണെന്ന് പറയുന്ന ഒരു UDF, ഞങ്ങൾ എന്തെടുത്താലും എല്ലാത്തിനും എതിരാണ്. ഇവിടെ എന്തൊക്കെ പറഞ്ഞു? ഒരു ഉദാഹരണം ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രി എന്നല്ലേ പറയുക. ഇവിടെ മുഖ്യമന്ത്രിക്കും മുൻ മന്ത്രിക്കും ഒക്കെ എതിരായിട്ട് ഇവർ പറഞ്ഞു എല്ലായിടത്തും ക്യാമറ വെച്ചു, ഇതിൽ അഴിമതി ഉണ്ടെന്നാണ് പറഞ്ഞു. അതിൽ 2 കേസാണ് പോയത് ഹൈക്കോടതിയിലേക്ക്. ഒന്ന് പ്രതിപക്ഷ നേതാവും ഒന്ന് മുൻ പ്രതിപക്ഷ നേതാവ്, അതെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവെന്ന് ധരിച്ച് നടക്കുകയാണ്. ഇവർ 2 പേരും കൊടുത്തു, സർക്കാരിനെതിരെ കേസ് കൊടുത്തു. ഈ ക്യാമറ, റോഡിൽ വെച്ചേക്കുന്ന ക്യാമറ, AI ക്യാമറയിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു. ഈ 2 കേസും കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിക്കളഞ്ഞു.